ഇന്ന് ഞാൻ അശ്വതിക്ക് ഹെയർ കളറിംഗ് ആണ് ആവശ്യമല്ലേ? അശ്വതിക്ക് ഞാൻ ഇന്ന് ഹെയർ കളറിംഗ് ആണ് ചെയ്യുന്നത്. അതായത് റൂട്ടിംഗ് ആയിരിക്കും ചെയ്യുന്നത്. റൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ആ ഹെയർ കളറിങ് വളർന്ന് ഇത്രയും പാർട്ട് ഡാർക്കനായിട്ടുണ്ട്. അതിന് ഗ്രാജുവേഷൻ ഷെയ്ഡ്സാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. കളറിങ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കളറിങ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും കോപ്പർ ബ്രൗണിഷ് ഷെയ്ഡ്സ് ആണ്. ഈ കളർ ആപ്ലിക്കേഷൻ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാൻ പാടില്ല. വളരെ തിൻ സെക്ഷൻസ് ആയിട്ടാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ ചെയ്തിരുന്നത് കോപ്പറിഷ് ഷെയ്ഡ്സ് ആണ്. കോപ്പറിഷും ഗോൾഡനും മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്സാണ് ചെയ്യുന്നത്. സെയിം ഷെയ്ഡ്സിൻ്റെ ഡാർക്കൻ ഷെയ്ഡ്സാണ് ഞാനിപ്പോൾ റൂട്ടിൽ ചെയ്യുന്നത്. നേരത്തെ ചെയ്തിരിക്കുന്ന ഹെയർ കുറച്ച് ഡ്രൈനസ് ഉണ്ട്. അത് നല്ല ഷാമ്പൂ നല്ല കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രൈനസ് മാറും. കളർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോസസ്സിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രൈ ആക്കാം. എങ്ങനെയുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ആഫ്റ്റർ കെയറിങ് എങ്ങനെ ചെയ്യണമെന്നറിയാവോ? യെസ്, ആഫ്റ്റർ കെയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂ, കളർ പ്രൊട്ടക്ഷൻ കണ്ടീഷണർ അത് യൂസ് ചെയ്യണം. പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഡ്രൈ ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഓൺലി ഫോർ ദ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ആവൂ. ഇതേമാതിരി പുതിയ ഹെയർ ടെക്നിക്സുമായിട്ട് വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.